ഞാനൊരു ടാറ്റയുടെ കാർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ടാറ്റയെന്നല്ല, വേറെ ഏത് കാറ് ഉപയോഗിക്കേണ്ട കാര്യമാണ്. അതായത് ഇപ്പം ടാറ്റയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പീരിയോഡിക് മെയിൻ്റനൻസ് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വാഷിംഗ് ഫ്രീ തരുന്നില്ല. ഇപ്പോൾ കുറച്ച് കാലമായിട്ടെന്നല്ല, ഞാൻ ഈ വാഹനം വാങ്ങിച്ചിട്ട് ഇപ്പോൾ 3 വർഷമായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ഇവർ പീരിയോഡിക് മെയിൻ്റനൻസ് 15,000 കിലോമീറ്റർ സർവീസിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഷിംഗ് ഫ്രീ അല്ല. വാഷിങ്ങിന് നമ്മൾ 900 രൂപ പ്ലസ് GST എല്ലാം കൂടെ നമുക്ക് നോർമൽ ഒരു 500 രൂപയ്ക്ക് പുറത്ത് വാഷ് ചെയ്ത് കിട്ടുന്ന ആ പ്രൈസല്ല, നമുക്ക് അതിന് പകരം 900 രൂപ കൊടുത്തിട്ട് നമ്മൾ വാഷ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് എനിക്കിതുവരെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഓരോ തവണ പോകുമ്പോൾ എനിക്കിതിൽ ഡൗട്ടുണ്ട്. കാരണം ഞാൻ ഓൾറെഡി മാരുതിയുടെ വെഹിക്കിൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ സുഹൃത്ത് വോക്സ് വാഗണിൽ വർക്ക് ചെയ്ത എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, പീരിയോഡിക് മെയിൻ്റനൻസിൽ നമ്മൾ കൊടുക്കുന്ന ഒരു മെയിൻ്റനൻസ് ചാർജ് ഉണ്ട്, ഒരു സർവീസ് കോസ്റ്റ് ഉണ്ട്, ഒരു ലേബർ കോസ്റ്റ് ഉണ്ട്, 2000 സംതിങ് എന്ന് പറഞ്ഞിട്ട്. അതെന്ന് പറയുന്നത് ഇവർ ഈ 15,000 കിലോമീറ്റർ പീരിയോഡിക്കലി മെയിൻ്റനൻസ് ചാർജാണ്. അതിൽ ഈ വാഷിംഗ് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അതിനകത്ത് ഈ വാഷിംഗ് ഇൻക്ലൂഡഡ് ആണ്. ഞാനിത് ഓൾറെഡി ടാറ്റയിലേക്ക് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. ഇപ്പം നമ്മൾ കസ്റ്റമർ ലോഞ്ചിലൊക്കെ പോയിരിക്കുമ്പം അവിടെ എസ്കലേഷൻസ് മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 ഇമെയിൽസൊക്കെ അവിടെ എപ്പോഴും എഴുതി വെക്കലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ആ മെയിലിലേക്ക് ഞാൻ മെയിൽ അയച്ചിട്ട് എനിക്ക് അവിടെ നിന്ന് മറുപടി വന്നതാണ്, നമ്മൾ പീരിയോഡിക് മെയിൻ്റനൻസ്, അതായത് 15,000 കിലോമീറ്റർ സർവീസ് 15, 30, 45, അതായത് ടാറ്റയിൽ 15,000-ലാണ്, മാരുതിയിലൊക്കെ ചിലപ്പോൾ 10. പണ്ടത്തെ വെഹിക്കിൾസ് 10 കിലോമീറ്റർ ആണ് സർവീസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വർഷം. ഇപ്പോൾ അത് 15 ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. മാരുതി വെഹിക്കിൾ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ടാറ്റയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 15,000 കിലോമീറ്ററിലാണ് നമ്മൾ പീരിയോഡിക് മെയിൻ്റനൻസ് ചെയ്യുക. പിന്നെ ഒരു മിഡ് ടേം സർവീസ് ഉണ്ട്. മിഡ് ടേം സർവീസ് എന്ന് പറഞ്ഞാൽ 7,500 കിലോമീറ്ററിൽ അവർ അല്ലെങ്കിൽ 6 മാസം എന്ന് പറഞ്ഞിട്ടൊരു സർവീസ് ചോദിക്കലുണ്ട്, അതിൽ കൊണ്ടുവരണമെന്ന് പറയലുണ്ട്. അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഈ ജനറൽ ചെക്കപ്പും വാഷിങ്ങും ചെയ്തിട്ട് 3,500 രൂപ ബില്ല് പറയലുണ്ട്. അത് വേറൊരു സ്കാമാണ്. അതുകൊണ്ട് തന്നെ ഞാനിതുവരെ മിഡ് ടേം സർവീസ് ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ബ്രേക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്യണം തോന്നുകയാണെങ്കിൽ ഞാൻ ലോക്കൽ വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടുള്ളൊരു 7,000-7,500 കിലോമീറ്ററിൽ ഞാൻ ഒന്ന് ബ്രേക്ക് ചെക്ക് ചെയ്യും. അത്രമാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പം പറഞ്ഞു വന്നത്, വാഷിംഗ് ഇസ് ഫ്രീ ഇൻ പീരിയോഡിക് മെയിൻ്റനൻസ്. 15,000 കിലോമീറ്ററിൽ വാഷിംഗ് ഫ്രീ ആണ്. അതിന് മെയിൽ ഞാൻ ഓൾറെഡി അയച്ച് എനിക്ക് ടാറ്റയിൽ നിന്ന് മറുപടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളിനി സർവീസ് സെൻറ്ററിൽ പോയിട്ട് 15,000 കിലോമീറ്റർ സർവീസ് ചെയ്തിട്ട് നിങ്ങളുടെ സർവീസ് സെൻറ്ററിൽ നിന്ന് പറയുകയാണ് വാഷിംഗ് അഡീഷണൽ ആണ്, അതിന് നിങ്ങൾ 900 രൂപ പ്ലസ് GST 950 രൂപ 1000 രൂപയോളം തരണം എന്ന് പറഞ്ഞു. കാരണം ഞാൻ പലതവണ ഞാൻ ആലോചിച്ചു, എൻ്റെ വീട്ടിനടുത്ത് വാട്ടർ സർവീസ് സെൻ്റർ ഉണ്ട്, ഞാൻ എന്തിനാണ് 950 റുപ്പീസ് കൊടുത്ത് അവിടെ വാഷ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ സർവീസ് മാത്രം ചെയ്താൽ മതി, വാഷിംഗ് നിങ്ങൾ ചെയ്യേണ്ട, വാഷിംഗ് ഞാൻ പുറത്തു കൊടുത്ത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യൽ. അപ്പോൾ കഴിഞ്ഞ തവണ ഇതേപോലെ സംഭവിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. കാരണം എനിക്കൊരു സംശയമുണ്ട്, എനിക്കിത് ആദ്യം മുതൽക്കേ സംശയമുണ്ട്. അപ്പോൾ ഈ സംശയം നമ്മൾ എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ മെയിൽ അയച്ചപ്പോൾ എനിക്ക് മറുപടി വന്നത്, പീരിയോഡിക് മെയിൻ്റനൻസിൽ വാഷിംഗ് ഫ്രീ ആണ്. വാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയർ, അതായത് ഇൻറ്റീരിയർ വാക്വമിങ്, മറ്റേ സോപ്പ് പത ഇട്ടിട്ട് ഫുള്ള് വാഷ് ചെയ്യുന്നതല്ല. സാധാരണ ഒരു വാഷിംഗ് 500 രൂപയുടെ വാഷിങ്ങിന് കൊടുത്താൽ അണ്ടർ ബോഡി ആൻഡ് ഉൾവശം അവർ തുടച്ച് തരില്ലേ, അതേപോലെ കാല് വെക്കുന്നിടത്തൊക്കെ പൊടിയൊക്കെ വാക്വം ചെയ്ത് തരില്ലേ. ഇത് ഈസ് ഫ്രീ അല്ല, ഇത് ഫ്രീയും അല്ല. നമ്മൾ കൊടുക്കുന്ന ആ ഇപ്പം എൻ്റെ കഴിഞ്ഞ കിലോമീറ്റർ സർവീസ് 60,000 കിലോമീറ്റർ. ആ 60,000 കിലോമീറ്റർ സർവീസിനകത്ത് പെടുന്ന നമ്മൾ 2,100 രൂപയുടെ അടുത്ത് സർവീസ് കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ലേബർ കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈസിൽ ഇൻക്ലൂഡഡ് ആണ് വാഷിംഗ്. എന്നിട്ട് മറുപടി വന്നിട്ട് ഞാനിത് CC വെച്ചിട്ട്, അതായത് ഈ ഷോറൂമുകാരെയൊക്കെ CC വെച്ചിട്ടാണ് ഇത് കംപ്ലയിൻ്റ് അയച്ചത്. എന്നിട്ട് ഈ വണ്ടി അതായത് എൻ്റെ വണ്ടി തിരിച്ച് വന്ന്, അതായത് ഞാൻ സർവീസ് കൊടുത്ത് തിരിച്ച് വന്നതിന് ശേഷം അവരെൻ്റെ പുറകിൽ വന്ന് വണ്ടി എടുത്ത് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി ഫ്രീ ആയി വാഷ് ചെയ്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടിട്ട് തന്നിട്ടാണ് എൻ്റെ ആ ഒരു ഇഷ്യൂ, ആ ഒരു എസ്കലേഷൻ, ആ ഒരു കേസ് ഇവർ ക്ലോസ് ചെയ്തത്. അപ്പം നിങ്ങൾ ഇതുവരെ സർവീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാഷിംഗ് ഫ്രീ തന്നിട്ടില്ലെങ്കിൽ നിങ്ങളിത് കംപ്ലയിൻറ്റ് ആക്കിക്കോ, അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് ആക്കിയില്ലെങ്കിൽ നേരിട്ട് അവിടെ പോയി പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഞാൻ കേട്ടു, വാഷിംഗ് ഇൻക്ലൂഡഡ് ആണ്, എനിക്കിപ്പോൾ ഇപ്പം ഞാൻ 2-3 വട്ടം സർവീസ് ചെയ്തിട്ട് വാഷിംഗ് തന്നിട്ടില്ല, ഇനി ഇതെല്ലാം ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്യും. ഞാൻ ഇനി അടുത്ത എപ്പോഴെങ്കിലും സർവീസ് സെൻറ്ററിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ ഞാൻ പറയും, എനിക്ക് ഇന്ന ഇത്രയേറെ കിലോമീറ്റർ സർവീസിന് എവിടെ ചെയ്തു, വാഷിംഗ് നിങ്ങൾ അഡീഷണൽ പൈസ എടുത്തു, അതിൻ്റെ ആവശ്യമില്ല, അത് ഫ്രീ ആയിരുന്നു, നിങ്ങൾ അത് എനിക്കിപ്പോൾ ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ അവർ ചെയ്തു തരും.